മുതലപ്പുഴയിൽ കാണാതായ മത്സ്യത്തൊഴിലാളി ഷിജിനായുള്ള തിരച്ചിൽ വൈകുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ച കുടുംബം. മുങ്ങൽ വിദഗ്ധർ ഇതുവരെയും സ്ഥലത്ത് എത്തിയിട്ടില്ലെന്ന് ഷിജിന്റെ ഭാര്യ സഹോദരി സ്റ്റെഫി പറഞ്ഞു. തിരഞ്ഞെടുക്കപ്പെട്ട മത്സ്യത്തൊഴിലാളികളും മുങ്ങൽ വിദഗ്ധരും രാവിലെ 5 മണി മുതൽ സംയുക്തമായി തിരച്ചിൽ നടത്തുമെന്നാണ് മന്ത്രി അറിയിച്ചിരുന്നത്. എന്നാൽ മത്സ്യത്തൊഴിലാളികൾ എത്തിയെങ്കിലും സ്കൂബ ടീം അംഗങ്ങൾ എത്തിയില്ലെന്നും സ്റ്റെഫി പറഞ്ഞു. കോസ്റ്റൽ പോലീസ് പലരെയും ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും ആരും ഇറങ്ങാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ തിരച്ചിൽ വൈകുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ ആളുകൾ സ്വന്തം നിലയിൽ തിരയുന്നുണ്ടെന്നും പ്രതിസന്ധി മറികടന്ന് സർക്കാർ നൽകിയ ഉറപ്പ് പാലിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഷിജിന്റെ ഭാര്യ സഹോദരി പറഞ്ഞു. ഫിഷറീസിന്റെ പ്രതിനിധികൾ എത്തിയിട്ടുണ്ട്. സ്കൂബ ടീമിനെ ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നുവെന്നാണ് പറഞ്ഞത്. രാവിലെ 5 മണി മുതൽ സ്കൂബ ടീമിനെയും ഉൾപ്പെടുത്തി തിരയുമെന്നാണ് മന്ത്രി അറിയിച്ചിരുന്നത്. തിരച്ചിൽ വൈകുന്നത് കൊണ്ട് ഞങ്ങളുടെ ആളുകൾ സ്വന്തം നിലയിൽ തിരയുന്നുണ്ട്. നിലവിൽ കടലിലുള്ള മത്സ്യത്തൊഴിലാളികളും ഇപ്പോൾ ഇറങ്ങിയവരും ചേർന്ന് തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. സ്കൂബ ടീം വന്നാലും ഇല്ലെങ്കിലും ഞങ്ങളുടെ രീതിയിൽ തിരച്ചിൽ നടത്തുന്നുണ്ട്. സർക്കാർ നൽകിയ ഉറപ്പ് പാലിക്കുമെന്നാണ് പ്രതീക്ഷ, സ്റ്റെഫി പറഞ്ഞു. തിരച്ചിൽ വേഗത്തിലാക്കണമെന്നും ഷിജിനെ എത്രയും വേഗം കണ്ടെത്തണമെന്നും സ്റ്റെഫി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ